കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്നുള്ള ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിക്കാരൻ ഒരു കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ ആണ്. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്ല, അത് നമുക്കിപ്പോൾ പെട്ടെന്ന് അതിനൊരു ഉത്തരം പറയുക എളുപ്പമല്ല. പോലീസ് ഈ വിഷയം അന്വേഷിക്കട്ടെ. ഇത് നേരത്തെ തന്നെ ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട്. പലപ്പോഴും പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചില ആരോപണങ്ങൾ ഈ സഭയ്ക്കുള്ളിൽ നടക്കുന്ന തർക്കങ്ങളും പദവികളെയും അധികാരത്തെയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില തർക്കങ്ങളൊക്കെയാണ് ഈ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ് പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില സൂചനകളും ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ കൊച്ചിയിൽ ഈ കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതുപോലെ സംസ്ഥാന പോലീസ് മേധാവിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അത് 12 പേർക്കെതിരെയാണ് പരാതി. ഒരു ആർച്ച് ബിഷപ്പ്, ഒരു ബിഷപ്പ്, 3 പുരോഹിതന്മാരടക്കം 12 പേർക്ക് എതിരെയാണ് ഈ പരാതി ഈ ബിനു ചാക്കോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മാവോയിസ്റ്റുകൾക്ക് ഫണ്ട് കൈമാറുക, അവർക്ക് വരുന്ന കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുക, അത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഇവരുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷനിലേക്ക് വന്നിട്ട് പിന്നീട് അവിടുന്ന് വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി ഈ പണം ഇവർക്ക് കൈമാറ്റം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഈ ബിനു ചാക്കോ ആരോപിക്കുന്നത്. സീറോ മലബാർ സഭയിലെ പുരോഹിതർക്ക് മാവോയിസ്റ്റുകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നും ബിനു ചാക്കോ പറയുന്നുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതൊരു പരാതി മാത്രമാണ്. അതിനെ തെളിവുകളൊന്നും ബിനു ചാക്കോ ഇതിനോടൊപ്പം ഹാജരാക്കിയതായിട്ട് പറയുന്നില്ല. ഇതിപ്പം പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഒഡീഷ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ എവിടെയെല്ലാം ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം വളരെ സാന്നിധ്യം ഉണ്ട്. അതെ, നമുക്കിപ്പോൾ പ്രൂഫാണല്ലോ. അല്ല, അതിൻ്റെ ഞാൻ അതിൻ്റെ ചരിത്രം പറയാം. ഈ ഒഡീഷയിൽ 2008 കന്തമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സന്യാസി കൊല്ലപ്പെട്ടു, ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമി. അദ്ദേഹം ഈ ഗോത്രവർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. മതപരിവർത്തനത്തെ ശക്തമായി എതിർത്തിരുന്നു. മതം മാറിപ്പോയവരെ തിരികെ കൊണ്ടുവന്നിരുന്നു. ഈ ഗോത്ര സംസ്കാരം നിലനിർത്താൻ വലിയ പരിശ്രമം ചെയ്ത, വലിയ ത്യാഗം ചെയ്ത ഒരു സന്യാസി വര്യനാണ് അദ്ദേഹത്തെ മാവോയിസ്റ്റുകൾ ആശ്രമത്തിൽ കടന്നു കയറി, ഈ കന്തമാലിലുള്ള ആശ്രമത്തിൽ കടന്നു കയറി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അന്ന് അതിൻ്റെ പേരിൽ അവിടെ വലിയ കലാപം ഉണ്ടായി. ഈ BJPയുടെ ഭരണം നഷ്ടപ്പെട്ട് കോൺഗ്രസ് അധികാരത്തിൽ കയറിയ സമയമാണ്. ഒഡീഷയിൽ ഈ ബിജു ജനതാദളും BJPയും കൂടെ ഒരുമിച്ച് ഭരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവിടെ BJP ഭരണത്തിൻ്റെ തണലിൽ അഴിഞ്ഞാടുന്നു എന്നൊക്കെയാണ്. പണ്ടും നമുക്കറിയാം, ഈ ഒഡീഷയിൽ തന്നെ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ പാതിരി കൊല്ലപ്പെട്ടത് അറിയാം. അദ്ദേഹത്തിന്റെ 2 മക്കളും, ഭാര്യ മാത്രം രക്ഷപ്പെട്ടു. അവർ സുവിശേഷ പ്രവർത്തനത്തിന് വന്നവരാണ്. ഇവിടെ ആൾക്കാരെ മതം മാറ്റുന്നു. അങ്ങനെ ഇവരെ ആക്രമിച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് തീയിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവര് 3 പേരും വെന്തു മരിച്ചു. അത് വലിയ കോലാഹലം ഉണ്ടാക്കി. അന്ന് വാജ്പേയി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ജയിലിൽ കിടന്ന സ്റ്റാൻ സ്വാമി, ജയിലിൽ കിടന്ന് മരിച്ച ഒരാളാണ്, ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. ഈ സ്റ്റാൻ സ്വാമി ശരിക്കും അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയാണ്, ക്രിസ്ത്യൻ പുരോഹിതനാണെന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എന്തായാലും ഈ ക്രിസ്ത്യൻ സഭകളോ അല്ലെങ്കിൽ ഈ സുവിശേഷക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം അർബൻ നക്സലുകളെ സഹായിച്ചു, അർബൻ നക്സലാണ് അദ്ദേഹം എന്ന് ആരോപിച്ചാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലിട്ടത്. ഇപ്പം നിരവധി തവണ കോടതിയിൽ പോയി അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പോകണം, അത് ഇന്ന സ്ഥലത്ത് ചികിത്സ വേണം, അതെല്ലാം കോടതി അനുവദിച്ചു. പക്ഷെ അദ്ദേഹം പറയണ ജാമ്യം കിട്ടിയാലേ ഞാൻ ചികിത്സിക്കുള്ളൂ, ചികിത്സയ്ക്ക് വിധേയനാകില്ല. അദ്ദേഹം രോഗം ബാധിച്ച് ജയിലിൽ കിടന്ന് മരിച്ചു. അതാണ് ആ സംഭവത്തിനകത്തുള്ളത്. പക്ഷെ അത് ഇവിടെ വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ അത് പ്രചരിപ്പിക്കുകയും അത് സർക്കാരിനെതിരെ, പക്ഷെ സർക്കാർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം കോടതിയിൽ അവരെല്ലാ തെളിവുകളും സമർപ്പിച്ചിരുന്നു. അവരെ സംബന്ധിച്ച് തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ കൃത്യമായിരുന്നത് കൊണ്ടും കോടതിക്ക് തന്നെ ബോധ്യമുണ്ട് ഈ സ്റ്റാൻ സ്വാമിയെ ചികിത്സിക്കാൻ. കോടതി അദ്ദേഹത്തിന് എവിടെ ചികിത്സിക്കണോ അങ്ങോട്ടേക്ക് വിടാം, അവിടെ ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ
അദ്ദേഹം തയ്യാറായില്ല. തന്നെ ജാമ്യം തന്ന് പുറത്തു വിട്ടാൽ മാത്രമേ താൻ ചികിത്സയ്ക്ക് വിധേയനാവുകയുള്ളൂ എന്നൊക്കെയായിരുന്നു നിലപാട്. നമ്മളിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് കോയ എന്ന് പറയുന്ന പുള്ളിയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെ ഇതുപോലെ ചികിത്സിക്കാൻ, ക്യാൻസറാണ്, ചികിത്സിക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതി എയിംസിലും മറ്റുമൊക്കെ ഡൽഹിയിലും ഉണ്ട്. പക്ഷെ ജാമ്യം കൊടുത്തില്ല. ജാമ്യം തരാൻ നിർവാഹമില്ല. നിങ്ങൾ പറയുന്ന ഡോക്ടറെ നിങ്ങൾ ജയിലിനകത്ത് വന്ന് ചികിത്സിക്കണമെങ്കിൽ അത് ചെയ്യാം, നിങ്ങളെ പുറത്തു പോയി ചികിത്സിക്കണമെങ്കിൽ അതും സൗകര്യം ഉണ്ടാക്കാം, പക്ഷെ ജാമ്യം തരാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. അപ്പം അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ ചില ബന്ധങ്ങളല്ലാതെ ഇവർ നേരിട്ട് ഈ പറയുന്നത് പോലെ ഈ വിദേശത്തുനിന്ന് പണം വരിക, അത് ഇവർക്ക് വേണ്ടി സ്വീകരിക്കുക, എന്നിട്ട് അത് മാറി വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി ഇവർക്ക് നൽകുക, ഇന്നിപ്പോൾ ചെയ്താൽ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെ, അപ്പോൾ നമുക്ക് ഈ വിദേശത്തുനിന്ന് പണം വരുന്ന, പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾക്കൊക്കെ പണം വരുന്നത്, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം വരുന്നത് ഒക്കെ വലിയ രീതിയിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത്ര എളുപ്പമല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ അത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതൊന്നും പഴയ പോലെ അങ്ങനെ അത്ര ഈ നിയമത്തെയും സംവിധാനത്തെയും ഒക്കെ സിസ്റ്റത്തെയും ഒക്കെ കബളിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾ വലിയ രീതിയിൽ എന്താ പറയുക, അവരുടെ വേരറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ 2 സംസ്ഥാനങ്ങളിൽ, ആന്ധ്രയുടെ ചില ഭാഗങ്ങളിൽ, ഒഡീഷയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇവരുള്ളത്. ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കഞ്ചാവ് കൃഷി നടത്തും. പിന്നെ അതുപോലെ തന്നെ ഇവർ കൊട്ടേഷൻ വർക്കുകൾ എടുക്കും പലരുടെയും. അത്തരത്തിൽ ഈ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ വധവും കൊലപാതകവും ഇവർ ആരുടെയോ കൊട്ടേഷൻ എടുത്ത് ചെയ്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഈ സഭകളും ഈ ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമിയായിട്ട് നിരന്തരം തർക്കത്തിലും സംഘർഷത്തിലും ഒക്കെ ആയിരുന്നു. ഈ മതപരിവർത്തനമാണ് വിഷയം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ മാവോയിസ്റ്റുകളെ ഇവർ വിലക്കെടുത്തതാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വാദം അക്കാലത്ത് കേട്ടിരുന്നു. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴേ ഛത്തീസ്ഗഡ് കറക്റ്റായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാവോയിസ്റ്റ് സ്ഥലത്ത് നിന്നാണ്, ഈ നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് തന്നെ. അവിടെ എങ്ങനെ കന്യാസ്ത്രീ എങ്ങനെ ഈ കന്യാസ്ത്രീകൾ എത്തിപ്പെട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയായിരുന്നു. ഇത്രയും വലിയ നക്സലായിട്ടുള്ള ഭീകരവാദികളുടെ സ്ഥലത്ത് ഇവരിങ്ങനത്തെ മറ്റേ ദൈവത്തിന്റെ മാലാഖമാർ എങ്ങനെ എത്തി? ഇപ്പൊ ഈ കണക്ഷൻ വെച്ച് നോക്കിയാലേ, ഈ പറഞ്ഞ പരാതി വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കൺവേർഷൻ തന്നെയായിരിക്കും. അപ്പൊ അവർക്ക് മാവോയിസ്റ്റുകാരോട് ശരിക്കും ബന്ധം ഉണ്ടാവും. കൺവേർഷൻ ആണോ അല്ലോ മനുഷ്യക്കടത്തൊക്കെ ആണോ എന്നുള്ളത് കോടതിയിലിരിക്കുന്ന വിഷയമാണ്. ഇപ്പൊ എന്തായാലും കല്ലും നെല്ലും തിരിയും. പക്ഷേ ഞാനിത് ബീഹാറിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. ബീഹാറിൽ വളരെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒരു വികസനവും എത്താത്ത, സ്കൂളില്ല, ആശുപത്രിയില്ല, വളരെ പട്ടിക്കാട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കുഗ്രാമം, അതിനേക്കാളും ഒക്കെ കഷ്ടമാണ്. ഒരു ബസ് പോലും അവിടെ വരില്ല. നമ്മൾ നടന്നു വേണം ആ ഗ്രാമത്തിൽ പോകാൻ. പഴയ ചമ്പൽ കൊള്ളക്കാരുടെ ഇതൊക്കെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ്. കുതിരപ്പുറത്തോ നടന്നോ ഒക്കെ വേണം ആ ഗ്രാമത്തിൽ ചെല്ലാൻ. അവിടെ വാഹനങ്ങളൊന്നും പോവില്ല, റോഡില്ല, അങ്ങനത്തെ സ്ഥലമുണ്ട്, ഒറ്റയടിപ്പാതയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബീഹാറിലെ ഗ്രാമങ്ങളിൽ പണ്ട് ഈ നിരവധി നക്സൽ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു, പീപ്പിൾസ് വാർ ഗ്രൂപ്പ് പോലെ. അപ്പോൾ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഇവരാരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോയാൽ പോലീസ് ഇവർ പണം വാങ്ങിക്കൊണ്ടാണ് പിന്നെ ഇവരെ വിട്ടയക്കുന്നത്, ബന്ദിയെ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ടാണ് വിട്ടയക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോലീസിന് അവിടെ ചെല്ലാൻ പറ്റില്ല. പോലീസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവരവിടെ നിന്ന് മലമുകളിൽ നിന്ന് വെടിവെക്കും. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, ക്രിസ്ത്യൻ മിഷണറീസിനെ സഹായം തേടും, കന്യാസ്ത്രീകളെ ഒക്കെ സഹായം തേടും. അവരാണ് പോയി ഇവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഈ പറഞ്ഞതുപോലെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന, ഈ ബന്ദിയെ വിടിവിച്ചു കൊണ്ടുവരുന്നതൊക്കെ അവരാണ്. അത്തരം പല സംഭവങ്ങളും മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, വാർത്തയുമായിട്ടുണ്ട്. നമുക്കറിയാലോ, ഫാദർ ടോം ഉഴുന്നാലിൽ മുസ്ലിം ഭീകരവാദികളുടെ കയ്യിൽ പെട്ട് നൈജീരിയയിൽ ഇവിടെ അവരുടെ ഇതിലായിരുന്നു. കേന്ദ്ര സർക്കാർ വളരെ ബുദ്ധിമുട്ടിയാണ് അവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് ടോം ഉഴുന്നാലിനെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ലോകത്ത് പൊതുവേ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഇവർക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതുപോലെ ഈ ഒരു പുരോഹിതൻ ഏത് മതത്തിലേ ആകട്ടെ, ഒരു പുരോഹിതനെ കാണാൻ പലരും വരും, ഒരു ജനപ്രതിനിധിയെ കാണാൻ പലരും വരും. അതിനകത്ത് ഒരു കൊലപാതകി കാണും, ചിലപ്പോൾ ഒരു മോഷണ കുറ്റത്തിന് കൊണ്ട് പിടിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി ആയിരുന്ന ഒരാളുണ്ടാവും, കുറ്റവാളി ആയിരുന്ന ഒരാളുണ്ടാവും.
ഇതൊക്കെ നമുക്ക് അവരെ ഒന്നും തടയാൻ സാധിക്കില്ല. അതൊരു ഒരാൾ വന്ന് കണ്ടതുകൊണ്ട് മാത്രം ഈ ആൾ ഇന്ന ഇതിൽ കേസിൽ പ്രതിയായി എന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഈ കേസിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഈ വ്യക്തത വരുത്തേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇപ്പൊ NIA ഒക്കെ ഉണ്ടല്ലോ. അല്ല, NIA ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയണ സഭയല്ല ഇതിനകത്ത് ആരോപിച്ചിരിക്കുന്നത് വേറൊരാളാണ്. കാത്തലിക് ഫോറം പ്രസിഡന്റാണ് ആരോപിച്ചിരിക്കുന്നത്, പരാതിയും കൊടുത്തിരിക്കുന്ന അയാളാണ്. അപ്പോൾ പരാതിക്കാരൻ തെളിവുകൾ കൈമാറിയാൽ പോലീസ് ഇത് അന്വേഷിച്ച് ചാർജ് ഇട്ടാൽ സ്വാഭാവികമായിട്ടും സഭയ്ക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇതിനകത്ത് സത്യമുണ്ട് എന്ന് കണ്ടെത്തി ഏതെങ്കിലും വിധത്തിൽ തെളിവുകൾ കിട്ടിയാൽ ആ തെളിവുകൾ വെച്ചുകൊണ്ട് പോലീസിന് NIAക്കും ഒക്കെ മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സഭയ്ക്ക് ഉത്തരവാദിത്വം വരികയാണ് അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ. അപ്പോഴാണ് സഭയുടെ പ്രസക്തി അവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ഈ കേസിൽ സഭയെ സംബന്ധിച്ച് ആരോ ഒരു പരാതി കൊടുത്തു, ഞങ്ങളിത് ചെയ്തിട്ടില്ല, കഴിഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സഭയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെയൊക്കെ പല സംശയങ്ങളും ഇപ്പോഴും ദൂരീകരിക്കപ്പെടാതെ അവശേഷിക്കുന്നു. ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് മാവോയിസ്റ്റുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? മാവോയിസ്റ്റുകൾ ഈ മതപരിവർത്തനവാദികളുടെ കൊട്ടേഷൻ എടുക്കുന്നുണ്ടോ? അവരെ ഏതെങ്കിലും വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തിരിച്ച് മാവോയിസ്റ്റുകളെ ഇവർ സഹായിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ കണക്ക് വിദേശത്തുനിന്ന് പണം വരുത്തി അവർക്ക് കൊടുക്കുന്നുണ്ടോ? അവരെ സംരക്ഷിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഈ അർബൻ നക്സൽ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം അന്വേഷണത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. അവിടെ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കൃത്യമായ ഒരു മറുപടി ഏജൻസികൾ പറയട്ടെ. അപ്പോൾ നമുക്ക് ഈ വിഷയം കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.